വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം 3 സ്ത്രീകളാണ്. മമതാ ബാനർജി, മായാവതി, പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് മോദിയെയും ബിജെപിയെയും പ്രതിരോധത്തിലാക്കുന്ന ആ ത്രിമൂർത്തികൾ. മമതയും മായാവതിയും മാത്രമായിരുന്നു നേരത്തെ മോദിയുടെ എതിരാളിയെങ്കിൽ കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ മോദിയുടെയും ബിജെപിയുടെയും ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ശക്തരായ ഈ 3 സ്ത്രീകളെ പ്രതിരോധിക്കാൻ പ്രത്യേക വഴികളാണ് ബിജെപി തേടിയിരിക്കുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്കും ബിജെപിക്കും ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്നത് ഈ 3 വനിതാ നേതാക്കന്മാരായിരിക്കുമെന്ന് കണക്കുകൂട്ടൽ. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ചുമതലയുടെ പങ്ക് പാർട്ടി ജനുവരിയിൽ പ്രിയങ്കയെ ഏൽപ്പിച്ചതാണ് മോദിക്ക് പുതിയ ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം പ്രിയങ്കയുടെ കന്യംഗം മോദിക്കെതിരെ വാരണാസിയിൽ നിന്ന് വേണമെന്ന് പ്രവർത്തകർ ആവശ്യമുയർത്തിയിരുന്നു. വാരണാസിയിലെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് മുന്നേറ്റത്തിന് സഹായകമാകുമെന്നും പ്രവർത്തകർ പറയുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ ചിക്കമംഗ്ലൂരിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യമുയർത്തിയിരിക്കുകയാണ് ചിക്കമംഗ്ലൂർ ഉടുപ്പി കോൺഗ്രസ് കമ്മിറ്റി. ഇന്ദിരാഗാന്ധിയുടെ 2ാം വരവിന് വേദിയൊരുക്കിയ മണ്ഡലമാണ് ചിക്കമംഗ്ലൂർ. 41 വർഷം മുൻപാണ് ഇന്ദിര ഇവിടെ മത്സരിച്ചത്. മുൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ച പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിച്ചതെന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായ വേളയിൽ പോലും മോദി ഇത്രയും സമ്മർദ്ദം അനുഭവിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനെ ഭൂരിഭാഗം മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രിയങ്കയ്ക്ക് രാജ്യമെമ്പാടും നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത ജനപിന്തുണയും ബിജെപിയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. രാഹുലിനേക്കാൾ പ്രസംഗ പാഠവുമുള്ള പ്രിയങ്കയ്ക്ക് വോട്ടർമാരെ വൻതോതിൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും ബിജെപി ഭയക്കുന്നു. ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായ മമതാ ബാനർജി നേരത്തെ തന്നെ മോദിക്കും ബിജെപിക്കും കടുത്ത ഭീഷണിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BSP നേതാവുമായ മായാവതിയും മോദിക്ക് ഭീഷണിയായി മാറിയിട്ട് കാലം കുറേയായി. മോദിയുടെ ഗവൺമെന്റിനെ നയിക്കുന്ന NDAക്ക് കടുത്ത ഭീഷണിയാണ് ബിജെപിയുടെ ഹൃദയഭൂമികളിൽ മായാവതി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. NDAയിലുള്ളതിനേക്കാൾ കൂടുതൽ ശക്തരായ വനിതാ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ളത് മോദിക്ക് കടുത്ത തലവേദനയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ബിജെപിയിൽ നിന്നും രാജിവെച്ച നേതാവും മുൻ ധനകാര്യമന്ത്രിയുമായ യശ്വന്ത് സിൻഹ വ്യക്തമാക്കിയത്. ഈ വനിതാ നേതാക്കന്മാർക്ക് വനിതാ വോട്ടർമാരെ വൻതോതിൽ സ്വാധീനിച്ച് ബിജെപിക്ക് തിരിച്ചടിയേകാൻ സാധിക്കുമെന്നും സിൻഹ പറഞ്ഞു. ബിജെപിക്ക് 3 പ്രധാനപ്പെട്ട ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടായതിനാൽ കടുത്ത ആശങ്കയുമുണ്ട്. തങ്ങളുടെ കടുത്ത എതിരാളികളായ സമാജ്വാദി പാർട്ടിയുമായി ഒത്തുതീർപ്പിലെത്താനും ബിജെപിക്കെതിരെയുള്ള സഖ്യത്തിന് അടിത്തറയിടാനും കഴിഞ്ഞ മാസം മായാവതിയുടെ BSPക്ക് സാധിച്ചത് ബിജെപിക്ക് കടുത്ത തിരിച്ചടിയുണ്ടാക്കുന്നുണ്ട്. ദളിതരെയും മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെയും ബിജെപിക്കെതിരായി അണിനിരത്താൻ ഈ സഖ്യത്തിലൂടെ സാധിക്കുന്നത് മോദി സർക്കാരിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം മമതാ ബാനർജി കൊൽക്കത്തയിൽ ഒരു BJP വിരുദ്ധ റാലി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ആയിരക്കണക്കിന് പേർ ആവേശത്തോടെ അണിനിരുന്നത് ബിജെപിയുടെയും മോദിയുടെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.